ഹായ് ഓൾ. ഞാനിന്ന് നാട്ടിലോട്ട് പോവുകയാണ്. പക്ഷെ നാട്ടിൽ പോകുന്നതിന് മുന്നേ എനിക്ക് തുർക്കിയിൽ ഒരു സ്റ്റോപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് ഒരു ലേ ഓവർ. അത് ഞാൻ മനഃപൂർവ്വം എടുത്തതാണ്. കാരണം അവിടുത്തെ ഒരു ടൂർ ഇസ്താൻബുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ഞാൻ എന്താണെന്ന് വഴിയേ പറയാം. ഇപ്പം ഞാൻ 3:40 AM ഫ്ലൈറ്റാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉറക്കക്ഷീണം നല്ല രീതിക്കുണ്ട്. ഉറങ്ങിയിട്ടേ ഇല്ല. കാരണം എയർപോർട്ടിൽ 1:30 ആയപ്പോൾ എത്തിയതാണ് ഞാൻ. അത് മാത്രമല്ല കേട്ടോ, പോകാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും കൂടെ ഉണ്ട്. അതാണ് ഉറങ്ങാൻ പറ്റാത്ത. അങ്ങനെ തുർക്കി എത്തി. ഇതൊരു വലിയ എയർപോർട്ട് ആയതുകൊണ്ട് പിന്നെ പാസ്പോർട്ട് കൺട്രോൾ അവിടേക്ക് എത്താന്ന് പറഞ്ഞാൽ കുറേ നടക്കണം. അപ്പോൾ ആ നടക്കുന്ന വഴിക്ക് കണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഇനി ടൂർ ഇസ്താംബുളിൻ്റെ ഡെസ്ക് തപ്പലാണ്. ഞാൻ ടൂർ ഇസ്താംബുൾ ഡെസ്ക് തപ്പി നടക്കുകയാണ്. ചോദിച്ചു പോകാനുള്ള എഴുത്താണ്. 2 കൊല്ലമായി ഞാൻ ഈ എയർപോർട്ടിലോട്ട് വന്നിട്ട്. അപ്പം തന്നെ ഞാൻ പല കാര്യങ്ങളും മറന്നു. ഞാൻ വളരെ മോശം. എന്നോട് ഞാൻ പറഞ്ഞതാണ്, സമയം പെട്ടെന്നാണ് പോകുന്നത്. അങ്ങനെ ടൂർ ഇസ്താംബുളിൻ്റെ ഡെസ്ക് കണ്ടുപിടിച്ചു. എന്നിട്ട് അവിടെ പോയിട്ട് അതിൻ്റെ ഉള്ള ID കാർഡൊക്കെ വാങ്ങി. അങ്ങനെ അവിടുത്തെ പ്രൊസീജിയർ കഴിഞ്ഞു. തുർക്കി എയർപോർട്ടൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. കാരണം ചോദിച്ചു പോയിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ടൂർ ഇസ്താംബുൾ എടുക്കുന്നത്. അത് മാത്രമല്ല, ഞാനിപ്പോൾ ഒരു 2 വർഷമായി ഈ എയർപോർട്ട് കണ്ടിട്ട്. അതിൻ്റെതായ ഒരു പരിചയക്കറിയുണ്ട്, അറിയാം. പക്ഷെ എന്നാൽ കൂടി അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഫുൾ ഡേ ടൂറാണ്. വിച്ച് ഈസ് ലൈക്ക് 8:30 to 6. ഇതിൽ ഞാൻ ഫുള്ള് എഴുതി നോക്കിയിട്ടുള്ളത്. ഇതിലാണ് എല്ലാം ഉണ്ട്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് വരുന്നത് ആൻഡ് ഓൾ സോർട്ട് ഓഫ് തിങ്സ്. ഒരു ഡീറ്റെയിൽഡ് ഇത് അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും എന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് എപ്പോഴും ഗൈഡ് ഉണ്ടാവും. ആൻഡ് അപ്പാരൻ്റ്ലി ദിസ് ഇസ് എ ഫ്രീ വൺ. ഞാൻ ഇന്നലെ നല്ല ഉറക്കപ്പിച്ചിലാണ്. 3:45 ഫ്ലൈറ്റ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നല്ല ക്ഷീണമുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ടൂർ ഇസ്താംബുൾ പ്രോഗ്രാം സ്റ്റാർട്ടായി. അപ്പോൾ ഇതിനെപ്പറ്റി ഞാനൊന്ന് ബ്രീഫ് ചെയ്ത് തരാം, ഇൻ കേസ് സമ്മൺ ഡോണ്ട് നോ അബൌട്ട് ദിസ്. അപ്പോൾ യൂഷ്വലി മോൾഡോവയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് അങ്ങനെയില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ കൂടി ഇറ്റ്സ് വേ എക്സ്പെൻസീവ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആരും പ്രിഫർ ചെയ്യാറില്ല. മെജോറിറ്റി ആൾക്കാരും കണക്റ്റിംഗ് ഫ്ലൈറ്റ്സ് ആണ് പ്രിഫർ ചെയ്യാറ്. കണക്റ്റിംഗ് ഫ്ലൈറ്റിൽ മോസ്റ്റ്ലി ഇറ്റ്സ് ലൈക്ക് either ഇറ്റ്സ് ലൈക്ക് തുർക്കിഷ് അല്ലെങ്കിൽ അസർബൈജാൻ. അങ്ങനെ ഇപ്പോൾ കൂടുതൽ കണക്റ്റിംഗ് ഫ്ലൈറ്റ്സ് എടുക്കാൻ പറ്റും. ഇറ്റ്സ് അപ് ടു യു. പക്ഷെ ഞാൻ ആദ്യം തൊട്ടേ തുർക്കിഷിൽ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് തന്നെ എടുക്കാറ്. പിന്നെ ഇപ്രാവശ്യം എന്തായാലും തുർക്കിഷ് എടുക്കുകയുള്ളൂ എന്നായിരുന്നു. കാരണം ഇതിനകത്ത് ഈ തുർക്കിഷിൽ ദേ പ്രൊവൈഡസ് ഒരു ഇസ്താൻബുൾ ടൂർ ബിറ്റ്വീൻ 6 to 24 hours ഓഫ് ലേ ഓവർ നമുക്കുണ്ടെങ്കിൽ തുർക്കിയിൽ നമുക്കൊരു ചോയ്സ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഹോട്ടൽ സർവീസ് എടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ടൂർ ഓപ്ഷൻ ഉണ്ട്. ഇറ്റ്സ് ഫ്രീ, രണ്ടും ഫ്രീ ആണ്. പക്ഷേ എനിക്ക് ഹോട്ടലിൻ്റെ കാര്യം ഇൻ ഡീറ്റെയിൽ അറിയില്ല, ബിക്കോസ് ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല. പക്ഷെ ടൂറിൻ്റെ ഇപ്പോൾ ചെയ്തതുകൊണ്ട് ഐ ക്യാൻ സേ മോർ അബൌട്ട് ഇറ്റ്. അപ്പോൾ ടൂർ ഇസ്താംബുൾ എടുക്കണമെങ്കിൽ ഓൾ യു നീഡ് ഇസ് എ ട്രാൻസിറ്റ് വിസ. അത് ഞങ്ങൾ അവിടെ എംബസിന്നാണ് എടുത്തത്. അല്ലാത്തവർക്ക് ഐ തിങ്ക് ബൈ വെബ്സൈറ്റ് ഓർ അപ് ടു യു എങ്ങനെ വെച്ചെടുക്കാം. അങ്ങനെ ട്രാൻസിറ്റ് വിസ മാത്രം മതി. ആൻഡ് ദെൻ ഈ ലേ ഓവറും കൂടെ വേണം. എന്നിട്ട് നമ്മൾ പോയിട്ട് ഈ ടൂർ ഇസ്താംബുൾ ഡെസ്കിൽ പോയി അവരോട് പറഞ്ഞ് ആൻഡ് ദേ വിൽ let you choose like half day ഉണ്ട്. there is various option. ഞാനൊരു ഫുൾ ഡേ ടൂറാണ് എടുത്തത്. ആൻഡ് വി ഹാവ് എ ഗൈഡ് ഗൈഡിങ് അസ് ത്രൂ ഓൾ ദിസ് പ്ലേസസ് ആൻഡ് എവറിത്തിങ്. നമ്മൾ ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കാൻ പോയത്. ആൻഡ് ഈ ടൂർ ചൂസ് ചെയ്തവരെന്ന് പറയുമ്പോൾ എന്നെയും കൂട്ടിയിട്ട് 52 ആൾക്കാരുണ്ടായിരുന്നു. ആൻഡ് പലരും പല രാജ്യത്തു നിന്നായിരുന്നു. ദേവർ ഫാമിലി, സോളോ ട്രാവലേഴ്സ്, അങ്ങനെ പല. അവരുടെ ആരുടെയും ഫൈനൽ ഡെസ്റ്റിനേഷൻ വാസൻറ്റ് ഇസ്താൻബുൾ, ബട്ട് അവർക്ക് ഇതേപോലെ ലേ ഓവർ ഉള്ളത് കൊണ്ട് ദേ ചോസ് ദിസ് ടൂർ.
After breakfast, we are walking towards our first destination. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ സ്ക്വയറിൽ തന്നെ ഈ ടൂറിൽ പറഞ്ഞിട്ടുള്ള 4 സ്ഥലങ്ങൾ അവിടെ തന്നെയുള്ളത്, വിത്തിൻ ആ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് ഉള്ളത്. ദാറ്റ് ഈസ് ഹിപ്പോഡ്രോം ജർമ്മൻ ഫൗണ്ടെയിനും ഈജിപ്ഷ്യൻ ഒബെലിസ്കും സെർപെൻറ്റൈൻ കോളം ആൻഡ് വാൾഡ് ഒബെലിസ്ക്. ഞാനിപ്പോൾ പറഞ്ഞ 4 പേരും ഹിസ്റ്റോറിക് ഏൻഷ്യൻറ്റ് മോണ്യുമെൻറ്റ്സ് ആണ് വിത്ത് ഡീപ്പ് കൾച്ചർ ആൻഡ് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ്. ഞാൻ ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല, കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. സോ അടുത്തത് എന്ന് പറയാൻ ഈ ബ്ലൂ മോസ്ക് ആണ്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദെൻ ദർ ഇസ് അനദർ മോസ്ക്, അയ സോഫിയ മോസ്ക്. ബാക്കി ടൂർ ഞാൻ അടുത്ത പാർട്ടിലായിട്ട് വരാം. സോ ടിൽ ദെൻ ബൈ.